നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അടുത്ത തവണ UDFന് ഭരണം കിട്ടാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വന്നതോടെ കട്ടിലുമേൽ എഴുന്നേൽക്കാതെ കിടക്കുന്നവർ പോലും മത്സരിക്കാൻ വേണ്ടി അരയും തലയും മുറക്കി രംഗത്ത് വന്നിരിക്കുകയാണെന്നാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാഷ്ട്രീയം നിർത്തിപ്പോയ പല നേതാക്കളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചമുറക്കുകയാണ്. അതിൽ രണ്ടുപേരാണ് മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും. ഇവർ രണ്ടുപേരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് പറയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ കേന്ദ്രമന്ത്രിയായിരുന്നയാളാണ്. ഏതാണ്ട് 20 കൊല്ലത്തോളം MP-യുമായിരുന്നയാളാണ്. പിന്നീട് അദ്ദേഹം KPCC അധ്യക്ഷനായി. VM സുധീരനാകട്ടെ MP ആയി, MLA ആയി, സ്പീക്കറായി, മന്ത്രിയായി. പിന്നീട് അദ്ദേഹം KPCC അധ്യക്ഷനായി. ഇത്രയും സ്ഥാനങ്ങളൊക്കെ വഹിച്ച ഇവർ ഇനിയും ജനങ്ങളെ വഹിക്കാൻ വരണോ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി ചോദിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൻ്റെ ജില്ലയായ കോഴിക്കോടുള്ള ഏലത്തൂരിൽ നിന്നും മത്സരിക്കുമെന്നും VM സുധീരൻ തൻ്റെ ജില്ലയായ തൃശ്ശൂരിൽ നിന്നും, തൃശ്ശൂരിലെ ഒല്ലൂരോ മറ്റു മണ്ഡലങ്ങളിൽ നിന്നോ അദ്ദേഹം മത്സരിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രഹസ്യമായി സൂചിപ്പിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും AK ആന്റണിയുടെ പിന്തുണ ഉണ്ട്. ആന്റണിയുടെ പിന്തുണയോടുകൂടിയാണ് മുല്ലപ്പള്ളിയും സുധീരനും മത്സരിക്കാൻ ഇറങ്ങുന്നത്. സുധീറിൻ്റെ പഴയ മണ്ഡലമായ തൃശ്ശൂരിലെ മണലൂരിൽ അദ്ദേഹം ഒരു കൈ നോക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ നമുക്ക് നൽകുന്ന സൂചന. ഏലത്തൂരിൽ നിന്ന് മത്സരിക്കാൻ ഏറെക്കുറെ കച്ച കെട്ടിക്കഴിഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇവരൊക്കെ മത്സരിച്ചു വന്നാൽ ഇവരെയൊക്കെ ആരാക്കണം? ഓരോ 5 വർഷവും അല്ലെങ്കിൽ 5 വർഷ കാലാവധിയുള്ള സ്ഥിതിക്ക് ഓരോ വർഷവും ഓരോ മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നത്. കാരണം കൊച്ചി പോലുള്ള നഗരങ്ങളിൽ 2.5 വർഷം മേയർ സ്ഥാനം വീതം വയ്ക്കുന്നതിനെ കുറിച്ച് തന്നെ ഇപ്പോൾ വലിയൊരു പരാതിയും എതിർപ്പും ചർച്ചകളും എല്ലാം കോൺഗ്രസിൽ ഉയർന്നു വരികയാണ്. തൃശ്ശൂരിലും അങ്ങനെ 2.5 വർഷം കൈമാറ്റം ചെയ്യാനെങ്കിൽ 2.5 വർഷം വീതിച്ചു നൽകാമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് തള്ളപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്രയും നേതാക്കൾ, മുല്ലപ്പള്ളിയും സുധീരൻ അടക്കമുള്ള നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർ മത്സരിക്കുന്നത് വെറുതെ മന്ത്രിയാകാനൊന്നുമല്ലല്ലോ. അവർ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ ആർക്കും പുളിക്കുകയൊന്നുമില്ലല്ലോ. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഏതാണ്ട് 3 പേർ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 4ാമതായി മുരളീധരനുമുണ്ട്. അപ്പോഴാണ് മുൻ KPCC അധ്യക്ഷന്മാരും അല്ലെങ്കിൽ മുൻ നേതാക്കളുമായ ഇവരെക്കാളൊക്കെ സീനിയറായ മുല്ലപ്പള്ളിയും സുധീരനും മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇവർ രണ്ടുപേരും മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മുല്ലപ്പള്ളിയും ജയിക്കും, സുധീരനും ജയിക്കും. കാരണം ഇവരെല്ലാവരും ജനങ്ങളുമായി അടുപ്പമുള്ള വലിയ ജനകീയ നേതാക്കളാണ്, കാരണം സംശയമൊന്നുമില്ല. പക്ഷേ ഇവരെയൊക്കെ ഈ കാലാവധി കഴിഞ്ഞവർ അല്ലെങ്കിൽ രാഷ്ട്രീയം നിർത്തി വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങിയവരെ എന്തിനാണ് വീണ്ടും വിളിച്ചുകൊണ്ടെന്ന് മത്സരിക്കുന്നത്? ആ സീറ്റൊക്കെ കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് കൊടുത്താൽ അവർ മത്സരിച്ച് ജയിക്കില്ല എന്ന് ചോദിക്കുന്നവർ കോൺഗ്രസിൽ ധാരാളമുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത്ര എളുപ്പമല്ല അതിൽ നിന്നും മാറുക. പ്രത്യേകിച്ച് ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്ര എളുപ്പമല്ല അതിൽ നിന്ന് മാറുക എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് VS സുധീരനും ഈ പറയുന്ന മുല്ലപ്പള്ളിയും ഒക്കെ മത്സരിക്കാൻ കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ ഒരു വൃദ്ധന്മാരുടെ പട തന്നെ മത്സരിക്കാനുണ്ടാകും. ഒരു 77-80 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാർ നിരവധി പേർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ അത് പാവപ്പെട്ട ചെറുപ്പക്കാരനെ മുഖത്തടിക്കുന്ന അടിയായിരിക്കും. CPM കൃത്യമായും ചെറുപ്പക്കാരെ രംഗത്തിറക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പഴയ കുതിരകളെ, പഴയ സിംഹങ്ങളെ, സടകൊഴിഞ്ഞ സിംഹങ്ങളെ എന്തിനാണ് വീണ്ടും കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിക്കുക എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. ഏതായാലും മുല്ലപ്പള്ളിയും സുധീരനും മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞെന്നാണ് മനസ്സിലാകുന്നത്. മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞ് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം എത്ര പേർക്ക് കൊടുക്കേണ്ടി വരും? 6 മാസം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താലും തീരാത്തത്ര മുഖ്യമന്ത്രി പദ മോഹികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളത്.